ഹലോ ഗായ്സ്, വെൽക്കം ടു നിലൂസ് കിച്ചൺ. അപ്പോൾ ഇന്ന് മറ്റൊരു ട്രാവൽ ബ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് പോകുന്നത് കർണാടകയിലുള്ള നാഗർഹോളെ ടൈഗർ റിസർവത്തിന് നാനാച്ചി ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ നമ്മൾ യാത്ര തിരിച്ചു. അതിരാവിലെ തന്നെയാണ് യാത്ര തിരിച്ചത്. നമ്മൾ കാട്ടിക്കുളത്ത് നിന്ന് തിരുനെല്ലി വഴി വന്നേക്കാണ്. തിരുനെല്ലി ഫേമസ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടുന്ന സ്ഥലമാണിത്. ഇതിൽ പോകുന്ന എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളി ഉണ്ണിയപ്പമാണ്. ഇവിടുന്ന് നമുക്ക് വലത്തോട്ടാണ് പോകാനുള്ളത്. നേരെ പോയാൽ തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ അവിടേക്കാണ് എത്തുക. നമുക്ക് ഇവിടുന്ന് വലത്തോട്ട് പോകണം. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പമൊക്കെ വാങ്ങി യാത്ര തിരിച്ചിട്ടുണ്ട്. നല്ല അതിമനോഹരമായ കാടാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ഇരുവശത്തായിട്ടും മാൻകൂട്ടത്തെ കണ്ടു. നല്ല അടിപൊളി സ്ഥലത്ത് മഞ്ഞിൽ മൂടി നിൽക്കുന്ന കാട്, അതിമനോഹരമായ കാഴ്ച. നമുക്ക് മനസ്സും എല്ലാം ഒന്ന് ശാന്തമാവുന്ന യാത്രയായിരിക്കും. അപ്പോൾ നമ്മളിതിന് മുന്നേ ഇട്ട വ്ലോഗിൽ നമ്മൾ നാഗർഹോളെ ടൈഗർ റിസർവ് തന്നെ മറ്റൊരു ഭാഗമായിട്ടുള്ള കബനീൻ്റെ വീഡിയോ ആയിരുന്നു ഇട്ടത്. ഇത് നമ്മൾ അതിൻ്റെ വേറൊരു ഭാഗമാണ് നാനാച്ചി ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പം നല്ല കാട് കാണാൻ ഏറ്റവും ഭംഗി രാവിലെ തന്നെയാണ്. നമ്മൾ അവിടുന്ന് വാങ്ങിയ ഉണ്ണിയപ്പമാണിത്. നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പവും ചായയൊക്കെ കുടിച്ചാണ് നമ്മളുടെ യാത്ര തുടങ്ങിയത്. വീണ്ടും നമ്മൾ മാനിനെ കണ്ടു. മഞ്ഞിൽ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുട്ട റോഡിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് പോകേണ്ടത് വലത്തോട്ടാണ്. നാഗർഹോളെ ടൈഗർ റിസർവിലേക്കാണ് നമ്മൾ പോണത്, നാനാച്ചി ഗേറ്റിലേക്ക്. ഇവിടുന്ന് നമ്മൾ വലത്തോട്ട് പോവുകയാണ്. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ അത്രയും ഉണ്ടാവും. ഇവിടെയാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. ഇവിടെ സഫാരി ഉണ്ട്, രാവിലെയും വൈകുന്നേരവും സഫാരി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് നാനാച്ചി ഗേറ്റ്. ഇവിടുന്നാണ് നമ്മൾ കാട്ടിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടുന്ന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മളിവിടെ 20 രൂപ അടച്ച് നമ്മുടെ വണ്ടി നമ്പറും ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ട് വേണം പോകാൻ. എങ്ങോട്ടാണ് പോകുന്ന സ്ഥലവും നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഫസ്റ്റ് തന്നെ നമ്മൾ സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നത് കാട്ടിക്കൂട്ടത്തെയാണ്. അതിമനോഹരമായ കാഴ്ചയാണ്. നല്ല മഞ്ഞിൽ കുളിച്ച കാട്. അതിൽ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാട് തന്നെ കാണാൻ. ഒരുപാട് കാട്ടിക്കൂട്ടമുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഈ കാട്ടിൽ കയറിയാൽ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ കാട് കടന്നിരിക്കണം, അല്ലെങ്കിൽ ഫൈൻ കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ അടുത്തതായി കണ്ടതാണ് വൈൽഡ് ഡോഗ്. ഏറ്റവും അപകടകാരിയായൊരു ഡോഗാണിത്. ഇത് കൂട്ടമായിട്ടാണ് ആക്രമിക്കുക, കൂട്ടമായിട്ടാണ് ഇത് നിൽക്കുക. വലിയ മൃഗങ്ങളെ വരെ കീഴ്പ്പെടുത്താനുള്ള ശക്തി ഇതിനുണ്ട്. കാരണം കൂട്ടമായിട്ട് ആക്രമിക്കും ഇത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നിങ്ങളിങ്ങനെ ഏതൊക്കെ കാടൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറയണം, കമൻറ്റ് ചെയ്യണം. ഏതൊക്കെ മൃഗത്തിനെ കണ്ടതെന്ന് നിങ്ങൾ പറയണം. വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. ഏറ്റവും നല്ലത് അതിരാവിലെ കാട് കാണുന്നതാണ്. മഞ്ഞിൽ കുളിച്ച് നിൽക്കണ ഈ ഡിസംബർ മാസമായതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിരാവിലെ വരുമ്പോൾ നമുക്ക് ഒരുപാട് മൃഗത്തെ കാണാൻ കഴിയും. നല്ല ഭംഗിയിൽ ഇരുവശത്തായിട്ടും മരങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ വീണ്ടും യാത്ര
തുടങ്ങി. നല്ലൊരു സുന്ദരൻ മാനിനെ കണ്ടു. നമുക്ക് കുറച്ച് നേരം അതങ്ങനെ നിന്നു. നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി. എന്ത് ഭംഗിയാണല്ലേ കാട് കാണാൻ തന്നെ. നമ്മൾ നല്ല അതിമനോഹരമായ കാട് ആസ്വദിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. ഇനി നമുക്ക് സൈറ്റിംഗ് കിട്ടിയത് ആനക്കൂട്ടത്തെയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാടിൻ്റെ മനോഹാരിതയെക്കുറിച്ച് എനിക്കറിയുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയതിൽ സന്തോഷം. അപ്പോൾ നിങ്ങളെല്ലാവരും പോകണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.